ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ധൻസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവിൽ ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും ഇത്. എന്നാലും മറ്റുള്ള പലരും പറയുന്ന ഒരു കംപ്ലൈൻറ്റാണ് അവിൽ ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് അത് കുഴഞ്ഞു പോകുന്നത്, അതുപോലെ ഉപ്പൊക്കെ അവിടെ പിടിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്. നല്ല കറക്റ്റായിട്ട് തന്നെ നല്ല സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന അവിൽ ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇതിൽ ഉപ്പ് അങ്ങനെ അവിടെയൊന്നും കട്ട പിടിച്ച് കിടക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു അവിൽ ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ 2 കപ്പിലാണ് അവിലെടുക്കുന്നത്. അപ്പോൾ ഞാനിത് മട്ട അരീൻ്റെ അവിലാണ് എടുക്കുന്നത്. മട്ട അരീൻ്റെ അവിലെടുക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഉപ്മാവ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിങ്ങനെ അധികം കുതിർത്ത് വെക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകിയതിന് ശേഷം വേഗത്തിൽ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കണം. അപ്പോൾ അവിൽ നന്നായിട്ട് തന്നെ കഴുകണം. നല്ല വൃത്തിയിൽ തന്നെ കഴുകിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് ഒരു 2-3 വെള്ളത്തിൽ വേഗത്തിൽ തന്നെ അങ്ങ് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കണ്ടോ, ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് വേറെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ വെള്ള അവിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവിലിൻ്റെ അത്രയും ടേസ്റ്റ് വെള്ള അവിലിന് കിട്ടില്ല. അത് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് കുതിർന്നു പോകും. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടൊന്നും നമുക്കത് എടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെക്കാം. അപ്പോൾ ഞാനിതാ 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് ഇതുപോലെ കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നിങ്ങൾ എത്രത്തോളം എടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മളെ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഉപ്പൊന്നും കട്ടാത്ത വിധത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു 2 വറ്റൽമുളകാണ്. അപ്പോൾ ഞാനിത് ചെറിയ പീസായിട്ട് കത്രിക കൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. നമ്മൾ ഒരു 2 പീസായിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു നല്ല വൃത്തി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും പിന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ 1-2 മാത്രം എടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പച്ചമുളകൊക്കെ നല്ലോണം കൂടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടായിരിക്കും ഉണ്ടാകുക. കാരണം നമ്മൾ വേറെ പൊടികളൊന്നും നമ്മളിതിൽ മസാലകളൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് എത്രത്തോളം എടുക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഉപ്മാവ് കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ ഉപ്പും തേങ്ങയൊക്കെ തിരുമ്മി വെച്ച അവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിലാണ്. എന്നിട്ട് മാത്രമാണ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളെ കടുവും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇതിൽ ഈ അവിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ എന്നിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിൻ്റെ വെള്ളം മാത്രം ഒന്ന് തളിച്ചു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. എന്നിട്ട് ഇത് 2 മിനിറ്റ് ഞാനിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വീണ്ടും. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളെ ഈ അവിലൊക്കെ നമുക്ക് ചൂടൊന്ന് കയറണം അതിലേക്ക്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊന്ന് നോക്കാം. അവിലൊന്ന് നന്നായിട്ട് കുറച്ചൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടും വേണം. എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അവിലൊക്കെ ആ ചൂട് കയറിയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അവിൽ നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഫ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് നമ്മൾ അവിൽ ഉപ്മാവൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. കട്ടൻ ചായ ആയി കഴിഞ്ഞാലും പാൽ ചായ ആയി കഴിഞ്ഞാലും അതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു അവിൽ ഉപ്മാവിൻ്റെ റെസിപ്പിയാണിത്.
അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞാലും വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്ക് ആയി കഴിഞ്ഞാലും നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 5-10 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരക്കുള്ള സമയങ്ങളിലൊക്കെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അവൽ ഉപ്മാവ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ സേമിയ ഉപ്മാവിൻ്റെയും റവ ഉപ്മാവിൻ്റെ ഒക്കെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്. ആവശ്യമുള്ളവർ പോയിട്ട് കാണുക. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവാണ് അതൊക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.